ഞങ്ങളാരും മതം പക്ഷി ജീവിക്കുന്നവരൊന്നുമല്ല. ഞാനൊരു ചെറുപ്പക്കാരനാണ്. ഞാൻ ഒരിക്കലും മതപരമായ ഒരാളോട് ഇടപെടാത്തൊരു മനുഷ്യനാണ്. പക്ഷെ ഇത്രയും ലജ്ജാകരമായ ഒരു വർത്തമാനം താങ്കൾ എന്നുള്ളതാണ്. ഗണപതിയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഗണപതി മിത്ത്, മുഹമ്മദ് നബിയെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് ദൈവസങ്കല്പം എന്ന് പറഞ്ഞത് BJP അല്ല, MV ഗോവിന്ദൻ മാസ്റ്ററാണ്. ഫ്ലാഷ് ബാക്ക്. ഗണപതി മിത്തല്ലാണ്ട് പിന്നെ ശാസ്ത്ര എന്തോ പുതിയ പോയിന്റ് കിട്ടിയ പോലെയാണ് ചോദിച്ചിട്ടൊന്ന് വന്നിട്ട് എഴുതാൻ പുറപ്പെടുന്നത്. ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു മടിയില്ല സുഹൃത്തെ. എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയായി നാടകത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. എന്നാൽ അതേ വാർത്താ സമ്മേളനത്തിൽ തന്നെ അദ്ദേഹം മറ്റൊരു പരാമർശം കൂടി നടത്തി. ഇതാകട്ടെ കൂടുതൽ ആശയക്കുഴപ്പത്തിനിടയാക്കി. അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അമൂർത്തമായൊരു ആൻസർ. ദൈവത്തിന്റെ കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏക ദൈവത്തിന്റെ ഒരു പ്രത്യേക തലമാണ് മുസ്ലിം കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ 1008 എത്ര ലക്ഷം. A few moments later. ഗണപതി മിത്താണെന്നും എന്നാൽ ഏകദൈവ വിശ്വാസങ്ങളെ മിത്തായി കാണുന്നില്ലെന്നുമുള്ള പരാമർശം വീണ്ടും വിവാദമായതോടെയാണ് MV ഗോവിന്ദൻ വീണ്ടും വിശദീകരിക്കുന്നത്. ഞങ്ങൾ ആരും പറഞ്ഞില്ല, എന്ന് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. അള്ളാഹു മിത്തല്ലാന്നും അള്ളാഹു മിത്തുമല്ലാന്നും അതുപോലെ തന്നെ ഗണപതി മിത്താണെന്നും ആര് പറഞ്ഞു പറയുന്നത്? ഞാൻ എല്ലാ പ്രശ്നത്തിലില്ല, സൂക്ഷിച്ച് പരിശോധിച്ച് നോക്കും. അള്ളാഹു വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗമല്ലേ, ഗണപതി അത് തന്നെയല്ലേ. പിന്നെ ഞങ്ങൾക്ക് എന്തിനാ അതിന്റെ മിത്താണെന്ന് പറയേണ്ട കാര്യം? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഷംസീർ പറഞ്ഞിട്ടില്ല, ഞാനും പറഞ്ഞിട്ടില്ല. പരശുരാമൻ ഗോകർണത്ത് നിന്ന് മഴുവെറിഞ്ഞ് കേരളം സൃഷ്ടിച്ചുവെന്നും ആ കരം മുഴുവൻ ബ്രാഹ്മണരെ ഏൽപ്പിച്ചുവെന്ന വിശ്വാസമാണ് മിത്തായി താൻ പറഞ്ഞതെന്നാണ് MV ഗോവിന്ദൻ മാഷ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ആദ്യം അഡ്വക്കേറ്റ് അനിൽകുമാർ, എന്തുകൊണ്ടാണ് ഗണപതി മിത്തല്ലാതെ ശാസ്ത്രമാണോ എന്ന് ചോദിച്ചിടത്ത് നിന്ന് ഗണപതി മിത്തല്ല എന്ന നിലപാടിലേക്ക് MV ഗോവിന്ദൻ മലക്കം മറിഞ്ഞിരിക്കുന്നു? എന്താണ് മിത്ത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ നിർവചനങ്ങൾ നമ്മുടെ സമൂഹത്ത് എത്രത്തോളം ഉണ്ട് എന്ന കാര്യമാണ് പരിശോധിക്കപ്പെടേണ്ടത്. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. ഇപ്രകാരം വിവിധങ്ങളായ സങ്കല്പങ്ങൾ തലമുറകളായി കൈകാര്യം ചെയ്യുമ്പോൾ അതൊരു ഭൗതിക ശക്തിയായി തീരുന്നു എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും വ്യാഖ്യാനിക്കുന്നത്. എന്നിട്ട് യഥാർത്ഥത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രധാനം. ഗണപതി എന്ന് ഞാൻ പറഞ്ഞാൽ ഗണപതിയുടെ രൂപം മറ്റൊരു വ്യക്തിയുടെ മനസ്സിൽ രൂപപ്പെട്ടാൽ യഥാർത്ഥത്തിൽ ഗണപതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ആശയം ഒരു ഭൗതിക ശക്തിയായി മാറും. ഇതാണ് കാറൽ മാർക്സ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത്. ആശയം ഭൗതിക ശക്തിയായി മാറുക. അപ്പോൾ ഗണപതി എന്ന് പറയുന്നത് ഒരു ഭൗതിക ശക്തി തന്നെയാണ്. അതിനർത്ഥം എന്തെന്ന് വെച്ചാൽ ചില ആത്മീയവാദികൾ ചിന്തിക്കുന്നത് പോലെ അത് ഏതെങ്കിലും തരത്തിൽ അമാനുഷികമായ കാര്യങ്ങൾ നിർവഹിച്ചു തരിക എന്ന കാഴ്ചപ്പാടിലല്ല ഞങ്ങൾ കാണുന്നത്. അത് സമൂഹത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഏത് വിശ്വാസത്തെക്കുറിച്ചും അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഴ്ചപ്പാട്. എന്നാൽ നമ്മുടെ സമൂഹത്തിനകത്ത് വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യാൻ ഒരുമ്പിട്ടിറങ്ങിയിരിക്കുന്നൊരു കൂട്ടരുണ്ട്. അല്ല നികേഷ്, ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഇതേവരെ അനിൽകുമാർ പറഞ്ഞില്ലല്ലോ. ഇതാണ് ഇവരുടെ കുഴപ്പം. ഇവരെന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? നമ്മുടെ ചോദ്യം വളരെ സ്പെസിഫിക് ആയിരുന്നില്ലേ? നിങ്ങൾ എന്തിനാണ് രണ്ട് മതങ്ങളെ കമ്പയർ ചെയ്ത് പറഞ്ഞത്? ഗണപതിയെയും അള്ളാഹുവിനെയും എന്തിന് കമ്പയർ ചെയ്തു? നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നില്ല? ശുദ്ധ മലയാളമായിരുന്നില്ല ഇത്? എന്താ അനിൽകുമാറിന് മറുപടി ഇല്ലാത്തത്? അതിന് അനിൽകുമാർ ഇതിനെ ഈ പുരാണ പാരായണം പോലെ ഇവിടെ വന്നിരുന്ന് കുറെ പഴംപുരാണം പറയേണ്ട ആവശ്യം എന്താ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അതല്ലല്ലോ താങ്കളോട് ചോദിച്ച ചോദ്യം. താങ്കളോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി ഉണ്ടോ? അതായത് ഞാൻ മനസ്സിലാക്കുന്നു അനിൽകുമാറിന്റെ വിഷമത. പക്ഷേ ശ്രീ അനിൽകുമാർ, ഞാൻ മനസ്സിലാക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റിന്റെ അടിസ്ഥാന സ്വഭാവം എന്നുള്ളത് മതവിശ്വാസം ഇല്ലാതെ ഇരിക്കുക എന്നത് കമ്മ്യൂണിസം ആവശ്യപ്പെടുന്ന ബേസിക് റിക്വയർമെന്റ് ആണ്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. നിങ്ങൾ ഒരു മതത്തോടും മമത കാണിക്കേണ്ട ഒരാവശ്യവും ഉണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല. നിങ്ങൾ ഇവിടെ ഹിന്ദു മതത്തെ പുകഴ്ത്തണമെന്നോ മുസ്ലിം മതത്തെ ഇകഴ്ത്തണമെന്നോ ഒന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ നിങ്ങൾ എന്താ വേണ്ടത്?
ജുഡീഷ്യസ് ആയി എല്ലാവരോടും പെരുമാറുക. ശരി, ദൈവമില്ല അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും. എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോയിച്ച് ദൈവത്തെ തൊഴാൻ പോകും. അപ്പോൾ എന്തായിരുന്നു ഒരു ഭരണാധികാരി എന്നതിൽ ഷംസീർ പറയേണ്ടത്? എന്താ നോക്കൂ, ഹിന്ദുക്കളുടെ ഇതിൽ ഇത് പറയുന്നുണ്ട്, എന്താണ് ഗണപതിയുടെ കാര്യം പറയുന്നു, അള്ളാഹു ഇവിടെ നിന്ന് കുതിരപ്പുറത്ത് കയറി ചന്ദ്രനെ വെട്ടിപ്പിളർത്തി എന്ന് പറയുന്ന ഇതുണ്ട്. ഒന്നും വേണ്ട സാർ, തീവ്രവാദം ചെയ്ത് പരലോകത്ത് പോയാൽ 72 ഹൂറികളെ കിട്ടുമെന്ന് വിശ്വസിക്കുന്ന പമ്പര വിഡ്ഢികൾ ഈ നാട്ടിലുണ്ട് എന്നെങ്കിലും പറഞ്ഞു കൊടുക്കാമായിരുന്നില്ലേ ഷംസീറിന് കൊച്ചു കുട്ടികളോട്? അതല്ല ഉദ്ദേശം. അത് പറയാതെ നിങ്ങൾ ഗണപതിയെ മാത്രം പിൻ പോയിന്റ് ചെയ്യുന്നിടത്താണ് അസ്വാഭാവികതയുള്ളത്. അതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. മാർക്സ് പറഞ്ഞ വാചകം എന്താണ്? ഹൃദയമില്ലാത്ത ലോകത്തിൻ്റെ ഹൃദയമാണ് മതം, ആത്മാവില്ലാത്ത ലോകത്തിൻ്റെ ആത്മാവാണ് മതം. അത് ഹൃദയശൂന്യമായ ലോകത്തിൻ്റെ ഹൃദയമാണ്. അത് മനുഷ്യന് വേദന സംഹാരിയാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഏതെങ്കിലും ദൈവത്തോടോ ഏതെങ്കിലും മതവിശ്വാസത്തോടോ വലിപ്പച്ചെറുപ്പമില്ല. മതം മനുഷ്യനെ ഒരാളുടെ വിശ്വാസം ശരി, വേറൊരാളുടെ വിശ്വാസം തെറ്റ്. നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. ആ വാചകമാണ് ഞാൻ എടുത്തുദ്ധരിച്ചത്. മതം മനുഷ്യനെ ഭയക്കുന്ന വേദന സംഹാരിയാണ്. ഉന്മേഷരഹിതമായ സാഹചര്യങ്ങളിലെ ലഹരിയാണ് മതം. ആ മതം മനുഷ്യനെ മയക്കുന്ന വേദന സംഹാരിയാണ്. അതായത് മതത്തിന് ക്രിയാത്മകമായൊരു പങ്കുണ്ട്. ഞാൻ പറയട്ടെ, മതത്തിന് ക്രിയാത്മകമായൊരു പങ്കുണ്ട്. എന്താ മതത്തിന് ക്രിയാത്മകമായ പങ്ക്? നിങ്ങൾക്ക് ഭൗതിക ജീവിതത്തിൽ മതം താൽക്കാലിക ആശ്വാസം നൽകുന്നു. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഇവിടെ ഈ വിശദീകരണം തൃപ്തികരമാവുക AKG സെന്ററിൽ ഇരിക്കുന്ന അണികൾക്കും, നമ്മൾ പറയില്ല AKG സെന്ററിൽ നിന്ന് ക്യാപ്സ്യൂളുകൾ വിഴുങ്ങുന്ന ആൾക്കാർക്ക് ഇത് തൃപ്തികരമാകും. പക്ഷേ മലയാളികൾക്ക് പണ്ട് VS അച്യുതാനന്ദൻ പറഞ്ഞ പോലെ അരിയാഹാരം കഴിക്കുന്ന ആർക്കും ദഹിക്കാവുന്ന ഒരു മറുപടി അല്ലല്ലോ ME ഗോവിന്ദൻ പറഞ്ഞത്. നിങ്ങൾ എത്ര പെട്ടെന്നാണ് ഇന്നലെ പറഞ്ഞൊരു കാര്യത്തെ ഇന്ന് പറഞ്ഞിട്ടില്ല എന്ന് പച്ചക്കള്ളം പറയുന്നത്. ഇവരെയൊക്കെ എങ്ങനെയാണ് നമ്മൾ നേതാക്കന്മാരെ അംഗീകരിക്കുക? ശ്രീ നികേഷ്, താങ്കൾ തന്നെ ഒന്ന് പറഞ്ഞതാ. ഇദ്ദേഹമാണ് കേരളത്തിലെ വലിയൊരു നേതാവാണ്. ശരി, ഞാൻ പറഞ്ഞതാണ് എന്ന് പറയാനുള്ള തൻ്റെ ഇടം എന്താ ഇവർക്ക് കാണിക്കാനില്ലാത്തത്? നമ്മുടെ ചോദ്യം അതേ ഉള്ളൂ. ബാക്കി രാഷ്ട്രീയമൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഒരു നേതാവിന്, ഒരു പൊതുപ്രവർത്തകൻ ഏറ്റവും ആദ്യം വേണ്ടത് സത്യസന്ധതയല്ലേ? പറഞ്ഞതിൽ ഉറച്ചു നിൽക്കാനുള്ള ആർജവവും തൻ്റെ ഇടവുമല്ലേ? ഇതൊന്നുമില്ല. ഒറ്റ ദിവസം കൊണ്ട് മലക്കം മറിഞ്ഞില്ലേ? എന്നിട്ട് പറയാം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. ശരി, അങ്ങനെ അവിടെ നോക്കൂ, അതും ഇവരുടെ ഇരട്ടത്താപ്പാണ്. എന്താ പറയേണ്ടിയിരുന്നത്? ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞു. ശരി, ഞങ്ങൾ കൂടുതൽ പരിശോധിച്ചപ്പോൾ ഇത് കൂടുതൽ കുഴപ്പത്തിലേക്ക് പോയത് കൊണ്ട് ഞാൻ എൻ്റെ പ്രസ്താവന തിരുത്തുന്നു എന്ന് പറയാനുള്ള വിശാലത ഇല്ലാത്ത ഇവരൊക്കെ എന്തു നേതാക്കന്മാരാണ്? ഹേ, നിങ്ങളാണോ ഈ നാടിനെ നന്നാക്കാൻ നടക്കുന്നത്? എന്നിട്ട് നിങ്ങൾ ഛർദ്ദിച്ചിടുന്നതെല്ലാം ഞങ്ങളെല്ലാം അങ്ങ് ഭക്ഷിക്കണമെന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? അരിഭക്ഷണം നിർത്തിയപ്പോ പിണ്ണാക്കാ. അനിൽകുമാറിനൊക്കെ താങ്കൾ ഒരു നിയമം പഠിച്ച ആളാണ്. ഞാൻ അദ്ദേഹത്തെ താങ്കളെ വ്യക്തിപരമായി പറയില്ല. താങ്കൾ നിയമം പഠിച്ച ഒരാളല്ലേ? ഒന്ന് നോക്കൂ, താങ്കളുടെ നേതാവ് ഛർദ്ദിച്ചിരുന്നത് താങ്കൾക്ക് അമൃതായിരിക്കാം, പക്ഷെ അത് 3.5 കോടി മലയാളികളും അതേപോലെ എടുത്തങ്ങ് വിഴുങ്ങണമെന്ന് മാത്രം ശടിക്കരുത്. കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാ മതി. ഈ രാജ്യത്ത് നിരവധി മിത്തുകളുണ്ട്. മിത്തുകളും വിശ്വാസങ്ങളും എത്ര അത് ശരി, ഇപ്പൊ പറയേണ്ട അനിൽകുമാർ, ദിവസങ്ങളായി ഞങ്ങൾ പറയുന്നതാണ്. നിങ്ങൾക്കാണ് മുട്ടുവിറയ്ക്കുന്നത്. നിങ്ങൾ ഇവിടെ വന്ന് ഹിന്ദുക്കളെ മാത്രം ടെമ്പറാമെന്റ് പഠിപ്പിച്ചാൽ പോരാ, സയന്റിഫിക് ടെമ്പർ ഉണ്ടാക്കിയാൽ പോരാ. ഒരു കയ്യബദ്ധം അനിൽകുമാറിന് വാക്ക് നൽകുകയാണ്. സമൂഹത്തിൽ ശാസ്ത്ര അവബോധം വളർത്തുന്നതിന് വേണ്ടി നിങ്ങൾ സംഘടിപ്പിക്കുന്ന ഏതു വേദിയിലും വരാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അവിടെ വരുമ്പോ ഹിന്ദുക്കളിലെ ശ്രീകൃഷ്ണന് ഭാര്യ ഉണ്ടായിരുന്നോ, ഗണപതിയുടെ തല ആനയാണോ എന്ന് മാത്രമല്ല പറയേണ്ടത് എന്ന ഒരു പ്രീ റിക്വസിറ്റ് ഉണ്ട്. താങ്കൾക്ക് തന്റെ ഇടമുണ്ടോ? ധൈര്യമുണ്ടോ തുറന്നു പറയാൻ? താങ്കൾ ഇവിടെ പറഞ്ഞല്ലോ ME ഗോവിന്ദൻ കമ്പാരിസൺ നടത്തിയില്ല എന്ന്. കമ്പാരിസൺ അല്ലാതെ എന്താ നടത്തിയത്? അള്ളാഹു എന്ന് പറഞ്ഞാൽ വിശ്വാസം, ഗണപതി എന്ന് പറഞ്ഞാൽ മിത്ത് എന്ന് പറയുന്നതിനെയാണ് ശുദ്ധ മലയാളത്തിൽ താരതമ്യം എന്ന് പറയുന്നത്. ഈ താരതമ്യത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. അല്ലാതെ ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്, 100% സയന്റിഫിക് ആയിട്ടുള്ള വിശ്വാസങ്ങൾ മാത്രമാണ് ഇവിടെയുള്ള. ഞങ്ങൾ എങ്ങും ശടിച്ചിട്ടില്ല. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. ഇവിടെ പല കുഴപ്പങ്ങളും ഉണ്ടെന്നേ, നമുക്ക് മാറ്റാന്നേ. സ്വന്തം കുടുംബത്തിൽ നിന്ന് തുടങ്ങിയവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ചോദ്യം അതാണ്. ഇവിടുത്തെ ഹിന്ദു ധർമ്മത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ വരുന്ന ഷംസീർ സ്വസമുദായത്തിലെ മാലിന്യത്തെ നീക്കം ചെയ്യാൻ തയ്യാറുണ്ടോ? അങ്ങനെയാണ് VT ഭട്ടതിരിപ്പാടും
മന്നത്ത് പത്മനാഭനും കെ കേളപ്പനും അടക്കമുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കന്മാർ നമുക്ക് കാണിച്ചു തന്നത്. ആദ്യം അവനവന്റെ കണ്ണിലെ കോലെടുക്കുക, എന്നിട്ട് വല്ലവന്റെ കണ്ണിലെ കരടെടുക്കുക. അവിടെയാണ് ശ്രീ സന്ദീപ് വചസ്പതി ഈ വിഷയത്തെ നിങ്ങൾ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം അതൊന്നും അല്ലല്ലോ എന്നുള്ളതാണ്. ഒരു ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ എന്താ സ്പീക്കർ എൻ ഷംസീർ പറയുന്നത്? ഈ കാര്യത്തിൽ ഗണപതിയുടേത് പ്ലാസ്റ്റിക് സർജറിയാണ്, കൗരവരുടേത് IVF ചികിത്സയാണ്, കർണന്റേത് ടെസ്റ്റ് ട്യൂബാണ് എന്ന് പറയുന്ന ഒരു നെറേറ്റീവ് ഉണ്ടല്ലോ. ആ നെറേറ്റീവിനെ അടിസ്ഥാനപ്പെടുത്തി ഇവിടെ പാഠപുസ്തകങ്ങൾ മാറുകയാണ്, സിലബസ് മാറുകയാണ്. എന്താ എന്റെ ഉദ്ദേശം? അതിനകത്ത് ഇപ്പോൾ ഗണപതിയുടെ തലമാറിയത് ഏത് പാഠപുസ്തകത്തിലാണ് ഉള്ളത് എന്നുള്ള തിരിച്ചുള്ള ചോദ്യം പ്രസക്തമല്ല. പക്ഷെ ഈ പറയുന്ന നെറേറ്റീവിനനുസരിച്ച് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. അവിടെ സൂറികളെ കുറിച്ച് പറയേണ്ട കാര്യം എന്തിരിക്കുന്നു? ഈ സർക്കാർ BJP സർക്കാരാണ്, ഇവിടെ ഹിന്ദുത്വയാണ് നടപ്പിലാക്കുന്നത്. അപ്പൊ ആ വിഷയമാണ് ഇവിടെ പ്രധാനമായും പ്രതിപാദ്യമാവുക. ഓഹോ, ഇതാണോ കാര്യം? അപ്പൊ നികേഷേ, ഈ നാട്ടിലെ പ്രസക്തി തീരുമാനിക്കുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും റിപ്പോർട്ടർ ചാനലും ചേർന്നല്ല. നിങ്ങൾ ആരാ പ്രസക്തി തീരുമാനിക്കാൻ? ഞങ്ങള് ഈ നാട്ടിലെ പൊതുജനങ്ങൾ ഉണ്ടെന്നേ, ഞങ്ങൾക്കറിയാം പ്രസക്തം ഏതാണ് എന്നുള്ളത്. നിങ്ങളാണോ പ്രസക്തി തീരുമാനിക്കുന്നത്? എന്തുകൊണ്ടാണ് പ്രസക്തമല്ലാതെ പോയത്? 7 വർഷങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യം ഏത് പാഠപുസ്തകത്തിലാണ് പഠിപ്പിച്ചത്? അങ്ങനെ പറയരുത്. ആരോപണം ഉന്നയിച്ചാൽ മറുപടി ഉണ്ടാവണ്ടേ നികേഷേ? അതോ വന്നിരുന്ന് കേട്ടിട്ട് ഞങ്ങൾ വായി വെള്ളം ഒഴിച്ച് വിടിരുന്നിട്ട് എഴുന്നേറ്റ് പോകാനാണോ ഞങ്ങൾ വന്നത്? ആരോപണം ഉന്നയിച്ചാൽ മറുപടി പറയും. നിങ്ങളുടെ ഫ്ലോർ നിങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾക്ക് മറുപടി പറയണ്ടേ? എന്തെങ്കിലും വായി തോന്നി വിളിച്ചു പറഞ്ഞാൽ മതിയോ? താങ്കൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ. ഏതർത്ഥത്തിലാണ് താങ്കൾ അതിനെ പ്രോത്സാഹിപ്പിച്ചത്? ഞാനൊരു ചെറുപ്പക്കാരനാണ്, ഞങ്ങളാരും മതം ഭക്ഷിച്ച് ജീവിക്കുന്നവരല്ല നികേഷ്. ഞാൻ ആവർത്തിക്കുന്നു, യു ആർ എ ഫെയിൽഡ് ജേർണലിസ്റ്റ്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. നിങ്ങൾ എന്തുകൊണ്ടാണ് ഓൺ ദ ഫ്ലോർ, ഓൺ ദ ലൈവിൽ അതെന്തുകൊണ്ടാണ് നിങ്ങൾ തിരുത്താതെ പോയത്? താങ്കൾക്ക് എന്തുകൊണ്ടാണ് ജനാധിപത്യ ബോധമില്ലാതെ പോയത്? എന്തുകൊണ്ടാണ് താങ്കൾക്ക് ആ മതേതരത്വ ബോധമില്ലാതെ പോയത്? അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ്? ഇവനല്ലേ ഇതൊന്നും കൊണ്ടത്?